എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഇൻപുട്ട് ശരിയായെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് നന്നാവൂ. നിങ്ങൾക്കൊരു പ്രസംഗം എഴുതാൻ സഹായം വേണമെന്ന് കരുതുക. ആദ്യം ആരോട് സഹായം ചോദിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കില്ലേ? മുൻപ് പ്രസംഗം എഴുതി പരിചയമുള്ളവരോ അല്ലെങ്കിൽ ലാംഗ്വേജ് നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്നവരെയോ ഒക്കെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. ഇതാണ് പ്രോംപ്റ്റിംഗിലുള്ള റോൾ അസൈൻമെന്റ് എന്ന ഭാഗം. അടുത്തത് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് പറയും. അതാണ് ടാസ്ക്. അപ്പോൾ അയാൾ നിങ്ങളോട് കോണ്ടെക്സ്റ്റ് ചോദിക്കും. ആരാണ് ഓഡിയൻസ്, എന്ത് ഒക്കേഷനാണിത്, എത്ര സമയത്തെ സ്പീച്ച് വേണം, ഇങ്ങനെയൊക്കെ. നിങ്ങളെ പേഴ്സണലായിട്ട് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കും. കഥകൾ ചേർക്കുന്നത് ഇഷ്ടമാണോ, അതോ കൂടുതൽ ഫാക്ട്സ് ഉൾപ്പെടുത്തണോ, പേഴ്സണൽ അനുഭവങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്പീച്ച് കൂടുതൽ പേഴ്സണലൈസ്ഡ് ആവും. അപ്പോൾ നമ്മൾ പറഞ്ഞ റോൾ, ടാസ്ക്, കോണ്ടെക്സ്റ്റ്, പ്രിഫറൻസ് എന്നിവയാണ് പൊതുവിൽ ഒരു പ്രോംപ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതിനു പകരം റൈറ്റ് എ സ്പീച്ച് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പ്രോംപ്റ്റ് കൊടുത്താൽ ഏതെങ്കിലും ഒരു ജനറിക് ഔട്ട്പുട്ട് തന്നിട്ട് ChatGPT മനസ്സിൽ പറയും,